ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പുൽകൃഷി എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് വന്ന് പുല്ല് വെട്ടാനാണ്. അപ്പോൾ സമയം 6 ആയതേ ഉള്ളൂ. നല്ല മഴയിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ഇവിടെ പൊടിയാനും തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യക്കുട്ടിന് സ്കൂളിൽ പോകണ്ട, അങ്ങനെയാണ് അവനും കൂടെ വന്നത്. ഇതാ പുല്ല് വെട്ടുന്ന മെഷീൻ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പുതിയ മെഷീൻ വാങ്ങിയത് കാണിച്ചല്ലോ. അപ്പോൾ ഇന്ന് ആ പുതിയ മെഷീൻ വെച്ചിട്ട് മുന്നേ വന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം, എങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഇന്ന് പുല്ല് വെട്ടാൻ പോവുകയാണ് മെഷീൻ വെച്ചിട്ട്. എല്ലാവർക്കും അത് കാണാം. ഇത് പെട്രോളാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല മഴ തുടങ്ങിയായിരുന്നു. ഇനി വീഡിയോ പിടിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, നല്ല മഴയായി. അങ്ങനെ നല്ല മഴയായിരുന്നു. കുറച്ചു നേരം നല്ല മഴ പെയ്തു. അവരൊക്കെ നനഞ്ഞു കുതിർന്നു. ഞാനൊരു വാഴയുടെ ഇലയുടെ അടിയിൽ ചെന്ന് നിന്നു. എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, ഫോണും കൂടെ നനയും. അവരൊക്കെ പക്ഷെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നിന്നു. ഇപ്പം നേരം കുറച്ച് പുലർന്നായിരുന്നു. ആ മഴയിലിട്ട് മാറി ആ മഴയൊക്കെ പെയ്തപ്പോൾ നേരം കുറച്ച് വെളുത്ത് ഇപ്പം കുറച്ച് പ്രകാശമൊക്കെ വന്നു. അങ്ങനെ പുല്ല് 2-3 കെട്ടൊക്കെ ആയി. അവർ മഴയത്തും വെട്ടിക്കൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ അനിയൻ പുല്ല് വെട്ടിയിടുന്നുണ്ട്. അത് പപ്പയും നമ്മൾ പിന്നെ അടുത്ത ചേട്ടനാണ്. ചേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ പുല്ല് ഇവിടെ കൊണ്ട് വരുന്നത്. ആപ്പ പോലത്തെ വണ്ടിയുണ്ട്, അതിലാണ് പുല്ല് നമ്മൾ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ആ ചേട്ടനും കൂടെ സഹായിക്കും. അപ്പോൾ ആ ചേട്ടനും പപ്പയും കൂടെ പുല്ല് വാരി കെട്ടുന്നുണ്ട്. ആദ്യക്കുട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവനിങ്ങനെ അവധിയുള്ള ദിവസമൊക്കെ എല്ലാ കാര്യങ്ങളും അവനും കൂടെ നിൽക്കും. അപ്പോൾ ഇന്ന് അവന് സ്കൂളിൽ പോകണ്ട. അന്നത്തെ ദിവസം അവന് സ്കൂളിൽ പോകണ്ടായിരുന്നു. ഇത് ഞാൻ ഇടുന്ന വേറൊരു ദിവസമാണ്. അങ്ങനെ ജോലികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വയൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പുൽകൃഷി നേപ്പിയർ ഗ്രാസ്, സുഗുണയിൽ പെട്ടൊരു നേപ്പിയർ ഗ്രാസാണ് നമ്മൾ നട്ടേക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 2ആയിട്ട് മടക്കിയാണ് പപ്പ കെട്ടുന്നത് പുല്ലിനെ. ഈ മെഷീൻ നല്ല യൂസാണ്. നമ്മൾ അല്ലാതെ വെട്ടിക്കൊണ്ടാണ് ഇരുന്നത്. അതിനേക്കാളും ഒരു ½ ആൻ അവർ നേരത്തെയെങ്കിലും മെഷീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ജോലി തീരുന്നുണ്ട്. നല്ല ½ ആൻ അവർ ലൈന് മുന്നേ തീരുന്നുണ്ട്. പെട്ടെന്ന് ഈ ജോലി തീരുന്നുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മറിഞ്ഞു കിടക്കുന്നുണ്ട് കുറേ പുല്ല്. ഇങ്ങനെ മഴയത്തും കാറ്റത്തും ഒക്കെ കുറേ പുല്ല് ചരിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണെന്നാണ് അനിയൻ പറയണേ. അത് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന പുല്ല് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. നിവർന്ന് നിൽക്കുവാണെങ്കിൽ അവൻ ചെയ്യുന്നുണ്ട്. നിവർന്ന് നിൽക്കുന്ന പുല്ല് പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് പുല്ല് ഏകദേശവും ചരിഞ്ഞു പോയി. തലേ ദിവസം രാത്രി നല്ല മഴയും കാറ്റുമായിരുന്നു. ഇത്രയും പൊക്കമുള്ള പുല്ലായതുകൊണ്ട് തന്നെ കാറ്റത്ത് കുറേ കൊണ്ടങ്ങ് ചരിഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉയരത്തിൽ നിൽക്കുന്ന പുല്ല് കട്ട് ചെയ്ത് പെട്ടെന്ന് മാറ്റാൻ നല്ല എളുപ്പമാണ്. കട്ട് ചെയ്ത് മാറ്റാൻ എളുപ്പമാണ്. അതുപോലെ വാരിയെടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരേ സൈഡ് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുല്ല് വെട്ടുന്ന ഒരു ദിവസം. ഇങ്ങനെയാണ് അന്നത്തെ ദിവസം. രാവിലെ പോകും. എല്ലാ ദിവസവും പുല്ല് വെട്ടുന്ന ദിവസം നമ്മൾ രാവിലെ 6 മണിക്കാണ് പോകുന്നത്. 6 മണിക്ക് പോയി ആ വെയിലിന് മുന്നേ പുല്ല് വെട്ടിക്കൊണ്ട് തിരിച്ചു വരും. അങ്ങനെ മെഷീൻ എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിച്ചായിരുന്നു. ഞാനന്ന് ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മെഷീൻ മേടിച്ചത് കോയമ്പത്തൂർ എന്നാണ് അനിയൻ പോയി മേടിച്ചത്. ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ കാണും. അവിടെ കുറച്ച് റേറ്റ് കുറവാണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ പോയി മേടിച്ചത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഇടുന്നത്. പശുക്കളെ സംരക്ഷണ ബന്ധപ്പെട്ട ടിപ്പുകളും കാര്യങ്ങളുമാണ് ഈ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഇനി കുറച്ച് പേരും കൂടെ ആയാൽ നമ്മുടെ ചാനൽ 1K ആവും. പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ബൈ.